ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബട്ടൺ ഫോൺ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നോക്കിയയുടെ 105 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് ഏകദേശം 1500 രൂപ 1500 രൂപയ്ക്ക് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഗ്രീന്, റെഡ്, അതുപോലെ തന്നെ ബ്ലാക്കുമാണ് വരുന്നത്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഗ്രീനാണ്. ഓക്കെ, നമുക്ക് ഇട്ടിരിക്കുന്ന ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ഇത് കവറിലിട്ട് നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് സ്ക്രാച്ചൊന്നും വരാതെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫോണിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മോഡൽ 105 SS എന്ന മോഡലാണ്. 1500 രൂപ വില വരുന്നുണ്ട്. പിന്നെ വയർലെസ് FM റേഡിയോ, അപ് ടു 12 hours 20 days, ബാറ്ററി ചാർജ്, LED ടോർച്ച്, ഗെയിംസ്, മൈക്രോ USB, അങ്ങനെ ഫീച്ചേഴ്സ് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോക്സിൻ്റെ അകത്ത് നമുക്ക് തുറക്കുമ്പോൾ ആദ്യം നമുക്കിവിടെ ഫോൺ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ അതിൻ്റെ അതിന് ചാർജറുണ്ട്. ഓക്കെ, അപ്പോൾ ഫോണും ചാർജർ മാത്രമാണ് നമുക്ക് ബോക്സിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ ഒരു യൂസർ മാനുവലും കൂടെ വന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ബോക്സിൻ്റെ അകത്ത് അങ്ങനെ പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബോക്സിനെ മാറ്റി വെച്ച് നമുക്കിനി ഫോൺ നോക്കാം. അപ്പോൾ ഫോൺ നമ്മൾ ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ 1 മണിക്കൂർ ചാർജ് ചെയ്യണമെന്നാണ് ഞാൻ അവരെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഓരോന്നേ നോക്കാം. ഇതൊക്കെ നമുക്കിനി ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ അലാറത്തിൻ്റെ ബട്ടൺ എടുക്കാം. അപ്പോൾ ഇവിടെ സെറ്റ് അലാറമൊക്കെ ഫോൺ വയ്ക്കാം. നമ്മൾ സാധാരണ ബട്ടൺ ഫോണിൽ കാണുന്നത് പോലെ നമ്മുടെ അലാറത്തിന് ടോൺ കൊടുത്തിട്ടുണ്ട്, ടൈം സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബട്ടൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ബട്ടൺ തന്നെ മതിയാൽ നമുക്കിവിടെ വോളിയം അത് സൈലൻ്റ് ആക്കണമെങ്കിൽ ആക്കാം. അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. നമുക്കിനി മെനുവിലോട്ട് പോകാം. മെനുവിൽ ഫസ്റ്റ് കോൾ ലോഗ് ഉണ്ട്, കോൺടാക്ട്സ്, അലാറം, ടോർച്ച്, മെസ്സേജസ്, റേഡിയോ, കലണ്ടർ, അങ്ങനത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ പ്രത്യേകത ഏകദേശം 5 ഗെയിമുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ ബട്ടൺ ഫോണിലൊക്കെ 1-2 ഗെയിമുകളാണ് വരാറുള്ളത്. ഇതിലിപ്പോൾ നമുക്ക് 5 ഗെയിം കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് കാൽക്കുലേറ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് സെറ്റിങ്സ് നോക്കാം. സെറ്റിങ്സിൽ ടോൺ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്പ്ലേ നമുക്ക് 3 വാൾപേപ്പർ കിട്ടുന്നുണ്ട്. 3 കളേഴ്സുള്ള 3 വാൾപേപ്പർ കിട്ടുന്നുണ്ട്. നമുക്ക് അത് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഫൈലിൽ പോയാൽ നമുക്ക് റിംഗ് ടോണൊക്കെ മാറ്റാം. അതെല്ലാം നമ്മുടെ നോർമൽ ഫോണുകളിൽ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. ടൈം സെറ്റിങ്സ്, കോൾ സെറ്റിങ്സ്, ഫോൺ സെറ്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ എല്ലാം നോക്കിയാലും കിട്ടുന്ന പോലത്തെ നമ്മുടെ സ്നേക്ക് ഗെയിം കിട്ടുന്നുണ്ട്. ആദ്യത്തെ സ്നേക്ക് ഗെയിം തന്നെയാണ്. പിന്നെ നമുക്ക് കാറിൻ്റെ ഗെയിം കിട്ടുന്നുണ്ട്. കലണ്ടറുണ്ട്. അങ്ങനെ ബേസിക്കായിട്ട് ബട്ടൺ ഫോണുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ്. നമുക്ക് ഈ ലെഫ്റ്റിലുള്ള ഈ മുകളിലത്തെ ബട്ടൺ മറിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ മെനുവിൽ പോകാതെ തന്നെ നമ്മളെ ഓരോ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിൽ നമ്മൾ നോക്കിയയുടെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. HMD എന്ന് പറയുന്നൊരു കമ്പനിയാണ് നമ്മൾ നോക്കിയ ഫോൺ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മെസ്സേജിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി ചാർജ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സൈലൻറ്റ് വെച്ചാണ് മൊബൈൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതും കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ബട്ടൺ ഫോൺ വാങ്ങിക്കണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ നോക്കിയ 105. വേറെ ബട്ടൺ ഫോണുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഐറ്റൽ പിന്നെ നമ്മുടെ സാംസങ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതും നമ്മുടെ നോക്കിയ ഈ ഫോൺ തന്നെയാണ്. അപ്പോൾ കുറച്ച് വില കൂടുതലാണ്. പക്ഷേ ബട്ടൺ ഫോണുകളിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല അത്യാവശ്യം ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോണാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫോണൊന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വീഡിയോ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈൻ അവൈലബിൾ ആണ്. റെഡ്, ബ്ലാക്ക്, ഗ്രീൻ കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് ഓൺലൈൻ തരുവാണെങ്കിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ മൈജി സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളാണ് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം.